എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഭാരതം പോലെ ഇത്രയും സെക്സ് ഫ്രീ ആയിട്ടിരുന്ന ഒരു മോഹൻലാലിന്റെ ഡിവോഷൻ അത് ഭയങ്കരമാണ്. ഒരു നുണത്തളത്തിൽ ഇങ്ങനെ കേൾക്കാണ്. ഒരു നുണത്തളം മോഹൻലാലിന്റെ ഡിവോഷൻ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പൊ അദ്ദേഹം അഭിനയിക്കുമ്പോഴും അദ്ദേഹം ഫുൾ 100% പ്രൊഫഷണൽ ആയിരിക്കും. അത് മദ്യപിച്ചാലും അത് 24 മദ്യപിക്കും. അത് മറ്റേ കാര്യത്തിന് പോയാലും അത് 24 ഇങ്ങനെ ചിന്തിക്കുന്നത്. അതായത് മലയാള മറ്റേ കാര്യം ഞാൻ അങ്ങേക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്റെ മനസ്സിപ്പോഴും നിറച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണുമ്പോ ഇളക്കാം. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. എല്ലാത്തിലും 24 മണിക്കൂർ പ്രൊഫഷണൽ ആകുന്ന ഒരു മോഹൻലാലിനെയാണ് ശരാശരി ഒരു പ്രേക്ഷകൻ മനസ്സിൽ സൂക്ഷിക്കുന്നത്. എനിക്ക് സംശയമുണ്ട്. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ഇപ്പൊ എന്ത് കാര്യവും ചെയ്യുന്നത് നമ്മൾ രസിച്ച് ചെയ്യുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞ് 24 മണിക്കൂറും നമ്മൾ മദ്യപിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോഴൊരു ആൽക്കഹോളിക്കായി മാറി കഴിയും അല്ലെ. ഞാൻ മദ്യപിക്കുന്ന ആളാണ്. അപ്പൊ അതിപ്പം ഒരു മോശമായ കാര്യം കേരളത്തിലെ എല്ലാവരും മദ്യപിക്കുന്നതാണ്. പക്ഷെ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കാര്യം സിനിമയിലൊക്കെ പാർട്ടികൾ ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് ഒരു പക്ഷേ വെളിയിൽ നമുക്കൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? ഭാരതം പോലെ ഇത്രയും സെക്സ് ഫ്രീ ആയിട്ടിരുന്ന ഒരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എയ്ഡ്സിന് വേണ്ടി പിന്നെ വളരെ ചെയ്തിട്ടുണ്ട്. ഞാൻ റെയിൽവേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ മരുന്ന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ക്യാൻസറിന് വേണ്ടി ചെയ്തു കൊടുത്തു. എത്രയോ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. എന്നെ വിട്ടേക്കു. കാര്യം എനിക്ക് നിങ്ങൾ ഇനി ഇതിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഇതെന്നെ ബാധിക്കുന്നതല്ല. അത്രേ പറഞ്ഞുള്ളത് ഭാഗ്യം. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതിനെ ഉടനെ നിങ്ങൾ വൈകിട്ട് പോയി കഴിക്കൂ എന്നർത്ഥമില്ല. വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്?